ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ തിരുനാൾ ദിനമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 48-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗം. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നിന്റെ ജീവിതം മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള നന്മകളാണ്. ഇതിനൊക്കെ ഒരു കണക്ക് ചോദിക്കുമെന്ന് പറയാം. നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. പക്ഷെ നീ കണക്കെടുക്കാൻ തയ്യാറുള്ള വ്യക്തിയായിരിക്കണം, ഒരുക്കമുള്ള വ്യക്തിയായിരിക്കണം. അനുദിന ജീവിതത്തിൽ കരുതലുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. യജമാനന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞാലേ സാധിക്കത്തുള്ളൂ. യജമാനെ സ്നേഹിച്ചാലേ സാധിക്കത്തുള്ളൂ. സ്വയം വിട്ടുകൊടുക്കാൻ പറ്റിയാലേ സാധിക്കൂ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ എപ്പോഴും ഒരുക്കമുള്ള വ്യക്തിയായിരുന്നു. അവൾ എപ്പോഴും തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു യാഗവസ്തുവായിട്ട് കൊടുത്തു. പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക, ഒരു യാഗം, ഒരു ബലി പോലും, ഒരു ഇരയായിട്ട് കൊടുക്കുക. അതുകൊണ്ട് അവൾക്കൊന്നിനെ കുറിച്ചും വിഷമമില്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിന് പരിപൂർണമായിട്ട് കൊടുക്കുമ്പോൾ ഒരു ശിശുവിനെ എങ്ങനെയാണ് പിതാവ് കൈകാര്യം ചെയ്യുക, അതുപോലെ എന്നെ കൈകാര്യം ചെയ്യും. കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ ഉണ്ട്. പരിപൂർണമായിട്ടുള്ള ആശ്രയത്വം കണ്ടെത്തുന്നവർക്ക് അത് സാധിക്കുക. അവർ കണ്ണും പൂട്ടി വിശ്വസിക്കും, കണ്ണും പൂട്ടി സ്നേഹിക്കും. എപ്പോൾ ജീവിതത്തിൽ കർത്താവ് 24 മണിക്കൂറും ഒരുക്കത്തിന്റെ വ്യക്തിത്വമായ കാരണം ഈ സ്നേഹത്തിന്റെ തിക്കുമുട്ടലാണ്. ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നേക്കണം. ഇതനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചു നിൽക്കണം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന് ആത്മാർപ്പണം ചെയ്യുവാനായിട്ട്, വലിയ വസ്തുവായിട്ട് വിട്ടുതരാനായിട്ട്, എല്ലാറ്റിലുപരിയായിട്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളും കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.